സേഫ്റ്റി കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ തിയറി മാത്രം പഠിച്ചുകൊണ്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. സേഫ്റ്റി കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ടായിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സേഫ്റ്റി പ്രൊഫഷണൽ അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ ഡ്യൂട്ടി ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്, ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ് പ്രോസസ് ഏരിയകളിൽ റിഫൈനറീസ്, പെട്രോകെമിക്കൽസ് ഇവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ അവിടുത്തെ നടക്കുന്ന എന്താണ് അവിടുത്തെ പ്രോസസ്സ്, എന്താണ് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി, ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയെ പറ്റിയും തീർച്ചയായിട്ടും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ പറ്റിയും നന്നായിട്ട് അറിവുള്ളവരായിരിക്കണം സേഫ്റ്റി ഓഫീസർ. അത് കൺസേൺ സൈറ്റിൽ തന്നെ പോയി നിന്ന് പഠിക്കണം. അവിടെ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് വേണ്ടത്, അവിടെ നടക്കുന്ന ആക്ടിവിറ്റിക്ക് റിലേറ്റഡായിട്ടുള്ള എന്തൊക്കെ അപകട സാധ്യതയാണ്. ഇപ്പോൾ ഒരാൾ ഉയരങ്ങളിൽ ജോലി ചെയ്യുകയാണ്, എന്തൊക്കെയാണ് അവിടെയുള്ള അപകട സാധ്യത. ഒരാൾ ഒരു ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുന്ന മെഷീൻ ഇട്ട് ജോലി ചെയ്യുകയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ അപകട സാധ്യത. അതേപോലെ തന്നെ ഒരാൾ കെമിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുകയാണ്, സിമെൻറ്റ്, പെയിൻറ്റ് പോലുള്ള ഡെർമറ്റൈറ്റിസ് ഹസാർഡ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് കെമിക്കൽസ് ധാരാളം നമ്മൾ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്നത്. അവിടെ നടക്കുന്ന ഹസാർഡ്സ്, അവിടെ അതിന് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും എൻവയറമെൻറ്റ് റിലേറ്റഡ് ആയിട്ടും എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങൾ കൺസ്ട്രക്ഷനെ സൈഡിൽ ബാധിക്കുന്നുണ്ടെന്ന് നേരിട്ട് പോയി നിന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോഴ്സ് പഠിപ്പിക്കുന്നിടത്ത് പോയി നിന്ന് പഠിക്കുമ്പോഴേ ഒരു പ്രൊഫഷണൽ സേഫ്റ്റി ഓഫീസർ ആരും മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഷോർട്ട് ടൈം കോഴ്സുകളോ ഒരു മാസം കൊണ്ടോ ഒന്നും പഠിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടായിരിക്കുന്നതല്ല.